ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് ഫുഡ് സ്റ്റോറീസ്. നമ്മുടെ നാടൻ പലഹാരമായ അവൽ നനച്ചതാണ് ഇന്നത്തെ റെസിപ്പി. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചും കൂടെ ടേസ്റ്റിയായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അവൽ നനച്ചത് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ രുചിയും നല്ല ഫ്ലേവറും ഒക്കെ നമുക്ക് ലഭിക്കും. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ മട്ടയവലാണ് എടുത്തിരിക്കുന്നത്. വെള്ളയവൽ കൊണ്ടും അവൽ നനയ്ക്കാവുന്നതാണ്. മട്ടയവലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അവലിന് 1 കപ്പ് തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് ചക്കര. ഞാനിവിടെ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പനഞ്ചക്കര ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. കുറച്ചും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ അവലും തേങ്ങയും രണ്ടും ഓരോ കപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ശർക്കരയും ഉണ്ടച്ചക്കരയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതലായും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ശർക്കര വേണ്ടാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്ത് സെയിം പ്രോസസ്സിൽ നമുക്ക് അവൽ നനച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അവൽ നനച്ചെടുക്കാം. ആദ്യമായി ബൗളിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചക്കര ചീകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിത് മൂന്നും കൂടെ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. തേങ്ങയുടെയും ശർക്കരയുടെയും നനവ് കൊണ്ട് തന്നെ അവലെല്ലാം നനഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടും. എല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതിലേക്ക് ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഉരുക്കിയെടുത്തതാണ് നമ്മളുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ഉരുക്കിയെടുത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിനെ അല്പം ഏലക്കാപ്പൊടി കൂടെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ച് കഴിഞ്ഞും ഇതേ രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. നമ്മളെല്ലാം തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇത് അടച്ച് വെച്ച് വേണം മാറ്റി വെക്കാനായിട്ട്. ആ 20 മിനിറ്റിന് ശേഷം നമ്മുടെ അവൽ നനച്ചത് റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് നനച്ചതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കുക. അപ്പം കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിൽ ചെയ്യുമ്പോൾ വളരെ നല്ല അവൽ നനച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ശേഷം നോക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്തു. അവലെല്ലാം കൂടി ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അവലൊക്കെ ആവശ്യത്തിനുള്ള സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് കുതിർന്നു പോയിട്ടുമില്ല. നല്ല പരുവത്തിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു കുതിർന്ന പരുവത്തിൽ വേണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കുക. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.